ആഡംബരങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന റോയൽ മെയിൽ സ്റ്റീമർ ടൈറ്റാനിക് അഥവാ RMS ടൈറ്റാനിക്. ഈ ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കം. ഒരിക്കലും മുങ്ങാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കപ്പൽ അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നു. ചരിത്രത്തിലെ നായകൻ എന്ന വിശേഷണത്തിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്ത നായകൻ എന്ന വിശേഷണത്തിലേക്ക് മാറിയ RMS ടൈറ്റാനിക് എന്ന കപ്പലിനുമുണ്ട് ഒരു കഥ പറയാൻ. ആ കഥകൾക്കുമപ്പുറം ടൈറ്റാനിക് ഇന്നും കടലിൽ നിന്നും പുറത്തെടുക്കാത്തതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. തലമുറകൾ കൈമാറിയെത്തുന്ന ഓർമ്മകളായി സിനിമകൾക്കും പുസ്തകങ്ങൾക്കും നാടകങ്ങൾക്കും കഥാപാത്രമായി മാറിയ ടൈറ്റാനിക് കപ്പലിന്റെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചും ഇന്ന് വരെ ആ കപ്പൽ പുറത്തെടുക്കാത്തതിന്റെ പിന്നിലെ നിഗൂഢതകളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം. ഇന്നത്തെ പോലെ യാത്രാ വിമാനങ്ങൾ ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ കപ്പൽ മാർഗമായിരുന്നു അന്നത്തെ ആളുകൾ സ്വീകരിച്ചിരുന്നത്. കപ്പൽ കമ്പനികൾ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തലപുകഞ്ഞ് ആലോചിക്കുന്ന കാലം. ഇംഗ്ലണ്ടിലെ ഒന്നാംകിട കപ്പൽ കമ്പനിയായിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ. ജോൺ പീർമൺ മോർഗൻ ആയിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഉടമ. അവരുടെ പ്രധാന എതിരാളിയായിരുന്നു ക്യുനാർഡ് എന്ന കപ്പൽ കമ്പനി. അതും ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു. ഒരിക്കൽ ക്യുനാർഡ് കമ്പനി ലൂസിറ്റാനിയ, മോറിറ്റാനിയ എന്നിങ്ങനെ വേഗം കൂടിയ 2 കപ്പലുകൾ പുറത്തിറക്കി. ഈ 2 കപ്പലുകൾക്കും പകരമായി ആഡംബര കപ്പലുകൾ നിർമ്മിച്ച് ക്യുനാർഡ് കമ്പനിയെ തോൽപ്പിക്കാമെന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി തീരുമാനിച്ചു. ആ മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ടൈറ്റാനിക് നിർമ്മിക്കുന്നത്. ടൈറ്റാനിക്കിന് മുമ്പ് അതിന്റെ സിസ്റ്റർ ഷിപ്പ് അഥവാ സഹോദരി കപ്പലായിട്ട് നിർമ്മിച്ച കപ്പലാണ് RMS ഒളിമ്പിക്. എന്നാൽ ആ കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് വൻ തകർച്ച നേരിട്ടിരുന്നു. അനേകം ആളുകളുടെ മരണത്തിന് അത് കാരണമായി. ഭാഗ്യവശാൽ അന്ന് ഒളിമ്പിക് മുങ്ങിയില്ലെന്ന് മാത്രം. അതിനെ തുടർന്ന് നിർമ്മിച്ച കപ്പലാണ് RMS ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ. പക്ഷേ ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര അന്ത്യയാത്രയായി മാറി. 1908 സെപ്റ്റംബർ 17 ടൈറ്റാനിക് നിർമ്മിക്കാൻ പോകുന്നു എന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി പരസ്യമായി പ്രഖ്യാപിച്ചു. 1909 മാർച്ച് 31 കപ്പലിന്റെ നിർമ്മാണ പണികൾ ആരംഭിക്കുകയും ചെയ്തു. ബെൽഫാസ്റ്റിലെ ഹാർലൻഡ് പൂൾ കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 1911 മെയ് 31 ആയപ്പോൾ ടൈറ്റാനിക്കിന്റെ പണികൾ ഏറെക്കുറെ പൂർത്തിയാക്കി. ആദ്യമായി വെള്ളത്തിലിറക്കി പരീക്ഷിച്ചു. തോമസ് ആൻഡ്രൂസ് എന്ന വ്യക്തിയായിരുന്നു ഈ കപ്പൽ ഡിസൈൻ ചെയ്തത്. യുദ്ധക്കപ്പലുകളുടെ മാതൃകയിൽ നിർമ്മാണത്തിന് സ്വീകരിച്ചത്. 52,310 ടൺ ഭാരമായിരുന്നു ജലത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കിയുള്ള കപ്പലിന്റെ ഭാരം. ഏകദേശം 200 മീറ്റർ നീളവും 28 മീറ്റർ വീതിയും അടിമരം മുതൽ പുകക്കുഴൽ വരെ 54 മീറ്റർ ഉയരവും ഉള്ളതായിരുന്നു ടൈറ്റാനിക് കപ്പൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏകദേശം 20 ബസ്സുകൾ വരിവരിയായി നിർത്തിയിട്ടാലുണ്ടാകുന്ന ദൂരമായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം. മണിക്കൂറിൽ 26 മൈൽ വേഗത്തിൽ ഈ കപ്പൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. 3547 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്ര വലുതായിരുന്നു ടൈറ്റാനിക്. വൈറ്റ് സ്റ്റാർ ലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടൈറ്റാനിക് എന്ന കപ്പൽ ആഡംബരങ്ങളുടെ അവസാന വാക്കായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഒരു കപ്പൽ യാത്രയിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര സൗകര്യങ്ങളായിരുന്നു ടൈറ്റാനിക്കിൽ ഒരുക്കിയിരുന്നത്. സ്വിമ്മിംഗ് പൂളുകൾ, യാത്രക്കാരുടെ പെറ്റ് ഡോഗിനെ പാർപ്പിക്കാനുള്ള പട്ടിക്കൂടുകൾ, ഓരോ ദിവസത്തെയും ദിനപത്രങ്ങൾ അച്ചടിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. ഇതിനുവേണ്ടി അവർ മുടക്കിയത് $7.5 ദശലക്ഷം ആയിരുന്നു. കപ്പലിലെ ഒരു ദിവസത്തെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി വന്നിരുന്നത് 600 ടൺ കൽക്കരിയായിരുന്നു. 100 ടൺ ചാരം ഓരോ ദിവസവും കപ്പലിൽ നിന്നും കടലിലേക്ക് പുറന്തള്ളിയിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് പുറപ്പെടുമെന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി പ്രഖ്യാപിച്ചു. യാത്രയ്ക്കുള്ള ദിവസങ്ങൾ അടുക്കുമ്പോഴും കപ്പലിന്റെ പണികൾ പൂർണ്ണമായും തീർന്നിരുന്നില്ല. കപ്പലിലേക്ക് യാത്രക്കാരുടെ ലഗേജുകൾ കയറ്റുന്ന സമയത്ത് അതിന്റെ അടിത്തട്ടിൽ മരപ്പണിക്കാരും പെയിന്റർമാരും രാപ്പകലില്ലാതെ ജോലികൾ ചെയ്യുകയായിരുന്നു. അപ്പോഴും പല ഭാഗത്തു നിന്നും നേരിയ തീപ്പൊരികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവയൊക്കെ വളരെ വേഗത്തിൽ പരിഹരിച്ച് ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്രയ്ക്ക് തയ്യാറെടുത്തു. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്ക് നഗരത്തിലേക്കായിരുന്നു കപ്പലിന്റെ കന്നി യാത്ര. ഈ ആദ്യ യാത്രയിൽ യാത്രക്കാരായി ഇംഗ്ലണ്ടിലെ പല കോടീശ്വരന്മാരും
സിനിമാ താരങ്ങളും അധ്യാപകരും തൊഴിൽ തേടി പോകുന്ന ചെറുപ്പക്കാരും തൊഴിലാളികളും ഉണ്ടായിരുന്നു. തൊഴിലാളികൾ ഉൾപ്പെടെ 2223 യാത്രക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ അമേരിക്കയിലേക്ക് വെളിപ്പച്ചകൾ തേടി പോകുന്നവരായിരുന്നു കൂടുതലും. അങ്ങനെ ടൈറ്റാനിക് അതിന്റെ യാത്ര ആരംഭിച്ചു. ഇവേഡ് ജോൺ സ്മിത്ത് ആയിരുന്നു കപ്പലിന്റെ കപ്പിത്താൻ. 3 ദിവസം ആ യാത്ര ഗംഭീരമായിരുന്നു. അങ്ങനെ 4-ാം ദിവസം, അതായത് ഏപ്രിൽ 14-ാം തീയതി, കപ്പലിലെ ആളുകളെല്ലാം ആഡംബര സുഖങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അങ്ങനെ രാത്രിയായി. അന്ന് പൊതുവെ കടൽ നല്ല ശാന്തമായിരുന്നു. ചന്ദ്രനില്ലായിരുന്നുവെങ്കിലും ആകാശം നന്നായിട്ട് തെളിഞ്ഞു കാണപ്പെട്ടു. നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്ന ഒരു രാത്രി. അന്നത്തെ താപനില ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെയായിരുന്നു. മാത്രമല്ല, മഞ്ഞുകട്ടകളുടെ സാന്നിധ്യമുണ്ട് എന്ന് മറ്റു കപ്പലുകളിൽ നിന്നും മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു. കടലിലെ മഞ്ഞുകട്ടകൾ കണ്ടുപിടിക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അന്നത്തേത്. അങ്ങനെ 11:40 ആയപ്പോൾ നിരീക്ഷണത്തിന് നിയോഗിച്ചിരുന്ന ഫെഡറിക് ഫീറ്റ് എന്ന വ്യക്തി ദൂരെ എന്തോ ഒരു വെളുത്ത വസ്തു കപ്പലിന്റെ അതേ ദിശയിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈനോക്കുലർ ഉണ്ടായിരുന്നില്ല. അതിനാൽ വളരെ വൈകിയാണ് അതൊരു മഞ്ഞുമലയാണ് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ഉടനെ തന്നെ ആ വിവരം കപ്പിത്താനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും കപ്പൽ മഞ്ഞുമലയുടെ ഏതാണ്ട് അടുത്തെത്തിയിരുന്നു. കപ്പിത്താൻ പരമാവധി കപ്പലിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ RMS ടൈറ്റാനിക്കിന്റെ ഒരു വശം മഞ്ഞുമലയിൽ ചെന്ന് ഇടിച്ചു. കപ്പലിലുണ്ടായിരുന്നവർക്ക് അപ്പോൾ ചെറിയ തോതിലുള്ള കുലുക്കം മാത്രമേ സംഭവിച്ചിരുന്നുള്ളൂ. ആരും തന്നെ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരിക്കലും മുങ്ങാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് എന്നേക്കുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുമെന്ന്. ആ ഇടിയുടെ ആഘാതത്തിൽ കപ്പലിന്റെ ഹള്ളിൽ നിരവധി ദ്വാരങ്ങൾ വീണു. അത് പരിശോധിച്ച കപ്പലിന്റെ ചീഫ് ആർക്കിടെക്ട് തോമസ് ആൻഡ്രൂസ് കപ്പലിന്റെ ദുരന്തം മുന്നിൽ കണ്ടു. അപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം ഏറെക്കുറെ കീറിക്കഴിഞ്ഞിരുന്നു. ആ സമയം 6 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. 4 എണ്ണത്തിൽ കൂടുതൽ വെള്ളം കയറിയാൽ അത് താങ്ങാനുള്ള കരുത്ത് RMS ടൈറ്റാനിക്കിന് ഉണ്ടായിരുന്നില്ല. 64 ലൈഫ് ബോട്ടുകൾ അഥവാ സുരക്ഷാ ബോട്ടുകൾ, കെട്ടാനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അന്നത്തെ ദിവസം വെറും 20 ലൈഫ് ബോട്ടുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതായത് 1778 ആളുകൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ ബോട്ടുകൾ മാത്രം. എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്നതോ 2000-ൽ കൂടുതൽ ആളുകളും. തെറ്റിദ്ധാരണ മൂലം മറ്റു പല പ്രശ്നങ്ങളാലും ആദ്യം ഇറങ്ങിയ ലൈഫ് ബോട്ടുകളിൽ കുറച്ച് ആളുകൾ മാത്രമേ കയറിയിരുന്നുള്ളൂ. അപ്പോഴും ആളുകൾക്ക് ലൈഫ് ബോട്ടിനേക്കാൾ വിശ്വാസം ഒരിക്കലും മുങ്ങാത്തതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് എന്ന ആ വലിയ കപ്പലിനോടായിരുന്നു. അതിനാൽ വെറും 710 പേരെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ മഞ്ഞുമലയിൽ ഇടിച്ച RMS ടൈറ്റാനിക് എന്ന ആഡംബര നൗക 2 മണിക്കൂറും 40 മിനിറ്റും കഴിഞ്ഞപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് 2ആയി മുറിഞ്ഞു താഴുകയും ആകെയുണ്ടായിരുന്ന 2223 യാത്രക്കാരിൽ 1500-ൽ അധികം ആളുകളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്തു. ഒത്തിരി പേർ കപ്പലിനോടൊപ്പം മുങ്ങിത്താണു. ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ കടലിൽ ചാടിയവർ അധികവും രാത്രിയായതുകൊണ്ടും വെള്ളത്തിന്റെ കൊടും തണുപ്പുകൊണ്ടും തണുത്തു വിറങ്ങലിച്ചാണ് മരണപ്പെട്ടത്. ടൈറ്റാനിക് മുങ്ങിത്താണപ്പോൾ അതിൽ നിന്നും 710ഓളം യാത്രക്കാരെ രക്ഷിച്ച കാർപാത്തിയ എന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ ആർതർ റോസ്റ്റോൺ എന്ന ഏറെ ബഹുമതികൾ ഏറ്റുവാങ്ങിയിരുന്നു. ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടു എന്ന സന്ദേശം കിട്ടിയപ്പോൾ 50 മൈൽ ദൂരെയായിരുന്ന കാർപാത്തിയ വേഗപരിധികളെല്ലാം ലംഘിച്ചുകൊണ്ട് വളരെ വേഗത്തിലാണ് അവിടെ എത്തിയത്. വേഗത കൂടി ചൂടുപിടിച്ച ചുവന്ന സിഗ്നൽ കാണിച്ച സൂചിയെ കാർപാത്തിയയിലെ എഞ്ചിനീയർ തന്റെ തൊപ്പി വെച്ച് മറച്ചു എന്നാണ് ഉപകഥ. ഇതുതന്നെയായാലും ടൈറ്റാനിക് മുങ്ങി 3 മണിക്കൂറിന് ശേഷം കാർപാത്തിയ എത്തിച്ചേരുകയും 710ഓളം ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ പലർക്കും അതിന്റെ ഓർമ്മകളിൽ നിന്നും ഇന്നും മോചനം നേടാനായില്ല എന്നതാണ് മറ്റൊരു വിഷമകരമായ കാര്യം. ഇനി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ടൈറ്റാനിക് കപ്പൽ പുറത്തെടുക്കാത്തത്? ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ വർഷങ്ങളോളം നീണ്ടു. ഒടുവിൽ 1985 റോബർട്ട് ബെല്ലാർഡ് എന്ന ഓഷ്യാനോഗ്രാഫർ ടൈറ്റാനിക്കിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തി. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം ആഴങ്ങൾ മുങ്ങിത്തപ്പിയത് ടൈറ്റാനിക്കിനെ അല്ലായിരുന്നു. അമേരിക്കയുടെ മുങ്ങിപ്പോയ 2 ആണവ കപ്പലുകൾ തേടിയുള്ള യാത്രയിൽ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ടൈറ്റാനിക്കിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തുന്നത്. അപകടം നടന്നിട്ട് 70 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി കടലിനടിയിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ 4 കിലോമീറ്ററോളം ആഴത്തിൽ അഥവാ 3840 മീറ്റർ ആഴത്തിലാണ് അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. തുരുമ്പെടുത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം കപ്പലിനെ കണ്ടെത്തിയത്. അന്ന് കപ്പലിന്റെ ഭാഗങ്ങൾ കടലിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ഏറെക്കുറെ ശ്രമങ്ങൾ നടന്നിരുന്നു. അവയിൽ ഒന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് കപ്പലിനെ പുറത്തെത്തിക്കുക എന്നത്.
ടൈറ്റാനിക്കിന്റെ വെയിറ്റ് 52,000 ടണ്ണിനേക്കാൾ കൂടുതലാണ്. അത്രയും വെയിറ്റിനെ കടലിനടിയിൽ നിന്നും പൊക്കണമെങ്കിൽ അത്രത്തോളം ഉറച്ച ഒരു പ്രതലത്തിൽ നിൽക്കുന്ന ക്രെയിൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ പോസിബിൾ ആണ്. പക്ഷേ ഇത്രയും ആഴത്തിൽ പോയി 4 കിലോമീറ്ററോളം താഴ്ചയിലുള്ള കപ്പലിനെ പൊക്കിയെടുക്കാനുള്ള കരുത്തുള്ള സ്റ്റീൽ റോപ്പ് ഒന്നും തന്നെ ഒരു മറൈൻ ക്രെയിനിലും നിലവിലില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുക എന്നത് വലിയ ചലഞ്ചായിരുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടൈറ്റാനിക് കപ്പൽ 2 പകുതിയായിട്ടാണ് കിടക്കുന്നത്. ഏതെങ്കിലും റോബോട്ടിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ കപ്പലിനെ പൊക്കാൻ സാധിച്ചാൽ പോലും ഇത്രയും കാലം സമുദ്രത്തിന്റെ ആഴത്തിൽ തുരുമ്പെടുത്ത് കിടക്കുന്നത് കൊണ്ട് അത് നന്നായിട്ട് അടിത്തട്ടിൽ ഉറച്ചിരിപ്പുണ്ടാകും. കൂടുതൽ പാർട്സുകളും ഇടിയുടെ ആഘാതത്തിൽ ചിതറിപ്പോയിട്ടുമുണ്ടാകാം. അതുകൊണ്ട് കപ്പലിനെ പൊക്കുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൈറ്റാനിക്കിന്റെ ഔട്ടർ ബോഡി നല്ല സ്ട്രോങ് ആയുള്ള സ്റ്റീൽ ആയതുകൊണ്ട് ആ ഭാഗം വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തുരുമ്പെടുത്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. എന്നാൽ അതിനുള്ളിലുള്ള മറ്റ് പല ഭാഗങ്ങളും പലതും കടലിന്റെ പ്രഷർ കാരണം പൊട്ടിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുക്കുന്ന കാര്യം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. മറ്റൊരു മാർഗമെന്ന് പറയുന്നത് കപ്പലിൽ ഫുൾ എയർ നിറച്ചിട്ട് പുറത്തേക്കെടുക്കുക എന്നതായിരുന്നു. പക്ഷേ ടൈറ്റാനിക് അന്ന് മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നപ്പോൾ തന്നെ കപ്പലിനുള്ളിൽ ഒരുപാട് ദ്വാരങ്ങൾ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എയർ നിറയ്ക്കുക എന്ന കാര്യം ഒട്ടും തന്നെ പോസിബിൾ അല്ല. അങ്ങനെ അതും വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ കപ്പലിന്റെ അവശിഷ്ടങ്ങളെ വീണ്ടെടുക്കാൻ പല ശ്രമങ്ങൾ നടന്നുവെങ്കിലും വിജയിച്ചില്ല. കപ്പലിന്റെ പഴക്കവും അന്നത്തെ സാങ്കേതിക വിദ്യകളുടെ ന്യൂനതകളും ഭീമമായ സാമ്പത്തിക ചിലവുമായിരുന്നു പ്രധാന കാരണങ്ങൾ. രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾക്ക് ആഹാരമാണ് ഇന്ന് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ. തുരുമ്പ് തിന്നു തീർക്കുന്ന ഹാലോമോണസ് ടൈറ്റാനിക്ക എന്നറിയപ്പെടുന്ന ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകൾ ഓരോ ദിവസവും ടൈറ്റാനിക്കിന്റെ 180 കിലോയിലേറെ ഇരുമ്പ് തിന്നു തീർക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത 2 മൈക്രോമീറ്റർ താഴെ വലിപ്പമുള്ള ഈ ബാക്ടീരിയകൾ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ടൈറ്റാനിക്കിനെ പൂർണ്ണമായും അകത്താക്കുമെന്നും വളരെ കുറച്ചു വർഷങ്ങൾ മാത്രമേ ടൈറ്റാനിക് കടലിനടിയിൽ അവശേഷിക്കുകയുള്ളൂ എന്നുമാണ് ശാസ്ത്രലോകം പറയുന്നത്. 1997 ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന സിനിമ ടൈറ്റാനിക് കപ്പലിനെ ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു ആശ്ചര്യവും അത്ഭുതവും വേദനാകരവുമാക്കുന്നു. മറ്റൊരു കാര്യം, അന്ന് ടൈറ്റാനിക് കപ്പൽ നിർമ്മിക്കാനെടുത്ത ക്യാഷിനേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ടി വന്നു കാമറോണിന് ടൈറ്റാനിക് എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ. ടൈറ്റാനിക് കടലിനടിയിൽ മുങ്ങിത്താണിട്ട് ഇപ്പോൾ ഏകദേശം 112ഓളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതായത് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ടൈറ്റാനിക് അങ്ങനെ കടലിനടിയിൽ വിശ്രമിക്കുകയാണ്. ഒരിക്കലും മുങ്ങാത്തതെന്ന് ടൈറ്റാനിക്കിന്റെ വിശേഷണം തന്നെ തെറ്റായിരുന്നുവെന്ന് ഗവേഷകർ പറയുന്നു. വലിപ്പത്തിൽ മാത്രമായിരുന്നു ടൈറ്റാനിക് കേമൻ. ആ വലിപ്പമാണ് ഒരു പരിധിവരെ അതിന്റെ ദുരന്തത്തിന് കാരണമായത്. എന്നാൽ സാങ്കേതികതയിൽ അത്ര മുന്നിലായിരുന്നില്ല ടൈറ്റാനിക് എന്നതായിരുന്നു കണ്ടെത്തൽ. യുദ്ധക്കപ്പലുകളുടെ മാതൃകയിലാണ് അത് നിർമ്മിച്ചിരുന്നതെങ്കിലും 882 അടി നീളമുള്ള കപ്പലിന് എങ്ങനെ പെട്ടെന്ന് തിരിയാൻ കഴിയുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. മഞ്ഞുമലയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ പോയതിന്റെ ഏറ്റവും പ്രധാന കാരണം അതാണെന്നാണ് ഗവേഷകർ പറയുന്നത്. അതുപോലെ തന്നെ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട് ചില കോൺസ്പിറസി തിയറികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ടൈറ്റാനിക് മുങ്ങിയിട്ടില്ല എന്നത്. ടൈറ്റാനിക്കിന് പകരം മുങ്ങിയത് അതിന്റെ സഹോദര കപ്പലായ RMS ഒളിമ്പിക് എന്നതാണ്. RMS ഒളിമ്പിക്കും RMS ടൈറ്റാനിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഒരേ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. മാത്രവുമല്ല കാഴ്ചയിലും സാമ്യതയിലും 2 കപ്പലുകളും തമ്മിൽ ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു. ഇതിനിടയിൽ RMS ഒളിമ്പിക്കിനൊരു അപകടം സംഭവിച്ചിരുന്നു. കപ്പലുകളിലുള്ള ആളുകളുടെ അശ്രദ്ധ മൂലം ആ അപകടം സംഭവിച്ചതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസ് തുകകളും തന്നെ അന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിക്ക് ലഭിച്ചിരുന്നു. ആ സമയത്ത് JP മോർഗന്റെ തലയിൽ ഉദിച്ച കാര്യമാണ് RMS ഒളിമ്പിക്കിൽ ചെറിയ മിനുക്കുപണികൾ ചെയ്ത് ടൈറ്റാനിക് എന്ന ബോർഡും നൽകി അതിനെ ആദ്യ യാത്രയ്ക്ക് വിടുക. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിപ്പിച്ചുകൊണ്ട് കപ്പൽ പൂർണ്ണമായും നശിപ്പിക്കുക. അപ്പോൾ തനിക്ക് ഇൻഷുറൻസ് തുക ലഭിക്കും. ഇതാണ് ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട് നിലനിന്ന ഒരു കോൺസ്പിറസി തിയറി. ലോകത്താകമാനം 100 കണക്കിന് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ടെങ്കിലും അവയിൽ ചിലത് കടലിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിലും ടൈറ്റാനിക് എന്ന കപ്പൽ ലോക ജനതയുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത വേദനയായി ഇന്നും നിലനിൽക്കുന്നു. സത്യത്തിൽ ടൈറ്റാനിക്കിന്റെ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മനുഷ്യന്റെ അമിതമായ ആത്മവിശ്വാസത്തിന്റെ, അവന്റെ നിസ്സഹതയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇപ്പോൾ ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ശരിക്കുള്ള ചരിത്രത്തെക്കുറിച്ചും എന്തുകൊണ്ട് അതിനെ ഇതുവരെ കടലിന് പുറത്തെടുത്തില്ല എന്നതിനെക്കുറിച്ചുമുള്ള ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും കുറച്ചുകൂടി നല്ല വീഡിയോകളുമായി ഇനിയും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.